ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ ഈശോയ്ക്ക് ഏറ്റവുമധികം വേദനയുണ്ടാക്കിയത് തിരുത്തോളിലെ മുറിവായിരുന്നു. ആ മുറിവ് ആരും കാണാതെ പോയി. പീഡാസഹനവേളയിൽ ഏറ്റവും വലിയ വേദന ഏതായിരുന്നുവെന്ന് വിശുദ്ധ ബെർണാർഡിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈശോ ഈ മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ മുറിവിനെ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ഈശോ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. ലഘുപാപങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുകയും മാരക പാപങ്ങൾ മറന്നു കളയുകയും ചെയ്യും എന്നതാണ് അതിലൊന്ന്. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുത്തോളിലെ തിരുമുറിവിനോടുള്ള പ്രാർത്ഥന. അതിരറ്റ സ്നേഹമുള്ള ദിവ്യ ഈശോയെ, പ്രശാന്തനായ ദൈവത്തിൻ്റെ കുഞ്ഞാടെ, കഠിനപാപിയായ ഞാൻ അങ്ങയുടെ തിരുത്തോളിലെ തിരുമുറിവിനെ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ എത്രയും അനുഗ്രഹീതമായ ശരീരത്തിൽ ഏറ്റ മറ്റെല്ലാ മുറിവിനെയുംകാൾ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ കൂടുതൽ വേദന അനുഭവിച്ചത് ഈ തിരുമുറിവിൽ നിന്നാണല്ലോ. ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും വേദന അനുഭവിച്ച ഈശോയെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ഏറ്റവും വേദനാജനകമായ ഈ തിരുമുറിവിനെ പ്രതി അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. അതിരറ്റ വേദനയും കുരിശിൻ്റെ ഭാരത്താലുമുള്ള തീവ്രമായ സഹനത്തെയും പ്രതി പാപിയായ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. എൻ്റെ എല്ലാ മാരക പാപങ്ങളും ലഘുപാപങ്ങളും മോചിപ്പിക്കണമേ. കുരിശിൻ്റെ പാതയിലൂടെ എന്നെ സ്വർഗത്തിലേക്ക് നയിക്കുമാറാകണമേ. ആമേൻ.